सूर्यकांत त्रिपाठी निराला ने अपनी किस रचना में अन्यायी और शक्तिशाली ब्रिटिश साम्राज्यवाद से निपटने के लिए केवल धर्म, न्याय और विवेक को अपर्याप्त कहते हुए शक्ति की आराधना का प्रस्ताव किया? ബ്രിട്ടീഷുകാരുടെ അനീതിക്കെതിരെ പോരാടാൻ ശക്തിക്ക് ആരാധന എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നിരാളയുടെ ഏത് കൃതിയിലൂടെയാണ്? ഓപ്ഷൻ ശിവാജി കാ പത്ര, ബില്ലേസുർ ബക്കരിഹ, കുക്കുർമുത്ത, രാം കി ശക്തി പൂജ. ആൻസർ ഓപ്ഷൻ ഡി, രാം കി ശക്തി പൂജ. അടുത്ത ചോദ്യം, ഇൻമേം സെ കോൺസി രചന ദിനകർ കി ഹെ? ഓപ്ഷൻ എ രേണുക, ബി ദില്ലി, സി ഹുങ്കാർ, ഡി ഗീത് അഗീത്. ആൻസർ ഓപ്ഷൻ സി, ഹുങ്കാർ. അടുത്ത ചോദ്യം, ഹിന്ദി കാ പഹല ഉപന്യാസ് കിസെ മാനാ ജാതാ ഹെ? ഓപ്ഷൻ എ ഭാഗ്യവതി, ബി പരീക്ഷാ ഗുരു, സി വാമ ശിക്ഷക്, ഡി ദേവറാണി ജേഠാനി കി കഹാനി. ആൻസർ ഓപ്ഷൻ ബി, പരീക്ഷാ ഗുരു. പരീക്ഷാ ഗുരുവാണ് ഹിന്ദിയിലെ ആദ്യത്തെ ഉപന്യാസ്. അത് എഴുതിയിരിക്കുന്നത് ലാലാ ശ്രീനിവാസ് ദാസ്. വർഷം 1882. അടുത്ത ചോദ്യം, ആധുനിക് കാൽ में रचित हिंदी का प्रथम महाकाव्य किसे माना जाता है? आधुनिक काल में रचित हिंदी का प्रथम महाकाव्य किसे माना जाता है? ऑप्शन ए प्रियप्रवास, बी वैदेही वनवास, सी पंचवटी, डी साकेत. ആൻസർ ഓപ്ഷൻ എ പ്രിയപ്രവാസ്. പ്രിയപ്രവാസ് എഴുതിയിരിക്കുന്നത് അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദ്. അടുത്ത ചോദ്യം, पंत की किस कृति पर ज्ञानपीठ पुरस्कार मिला? ऑप्शन ए स्वर्ण किरण, बी लोकायतन, सी चिदम्बरा, डी कला और बूढ़ा चांद. ആൻസർ ഓപ്ഷൻ സി, ചിദംബര. സുമിത്രാനന്ദൻ പന്തിൻ്റെ ചിദംബര എന്ന കൃതിക്കാണ് ജ്ഞാൻപീഠ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അത് 1968. പന്തിൻ്റെ ലോകായതൻ എന്ന കൃതിക്ക് സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരവും കലാ ഔർ ബൂഢാ ചാന്ദ് എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഭാരത് में प्रयोगवाद के उदय का मूल कारण है? ആൻസർ ഓപ്ഷൻ ബി, ദ്വിതീയ വിശ്വയുദ്ധ. 1943 അഗ്യേയി എഡിറ്ററായിട്ടുള്ള താരസപ്തകിൻ്റെ പ്രകാശനത്തിലൂടെയാണ് പ്രയോഗവാദ് ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, किसने अपनी वेदना को मधुमेह पीड़ा कहा है? ऑप्शन ए मीरा, बी निराला, सी महादेवी वर्മ്മ, ഡി വിദ്യാപതി. ആൻസർ ഓപ്ഷൻ സി, മഹാദേവി വർമ്മ. മഹാദേവി വർമ്മയാണ് തൻ്റെ വേദനയെ മധുമയി പീഡ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വ്യംഗ്യാത്മക നിബന്ധ അറബ് സമുദ്ര में बहुत पानी है के लेखक है? ഓപ്ഷൻ എ ആനന്ദ് ശങ്കർ മാധവൻ, ബി ഡോക്ടർ എൻ ഇ വിശ്വനാഥ് അയ്യർ, സി ഡോക്ടർ എൻ പി കുട്ടൻപിള്ള, ഡി ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. ആൻസർ ഓപ്ഷൻ എ ആനന്ദ് ശങ്കർ മാധവൻ. കേരളത്തിലെ ഹിന്ദി സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പേരാണ് ആനന്ദ് ശങ്കർ മാധവൻ. അദ്ദേഹം കേരളത്തിന് പുറത്തു നിന്നുകൊണ്ട് ഹിന്ദിയെ സേവിച്ച ഒരു വ്യക്തിയാണ് ആനന്ദ് ശങ്കർ മാധവൻ. ബീഹാറിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഉപന്യാസമാണ് അനാമന്ത്രിത് മെഹ്മാൻ എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ്. അടുത്ത ചോദ്യം, കേരള की हिंदी पत्रिका हिंदी मित्र में प्रकाशित हुई रश्मि रूमाल किसकी कहानी है? ऑप्शन ए श्री आनंद शंकर माधवन, बी डॉक्टर जे बाबू, सी डॉक्टर വി വി വിശ്വം, ഡി ഇ കെ ദിവാകരൻ പോറ്റി. ആൻസർ ഓപ്ഷൻ ഡി, ഇ കെ ദിവാകരൻ പോറ്റി. ഇ കെ ദിവാകരൻ പോറ്റിയുടെ കഹാനിയാണ് രശ്മി റൂമാൽ. അത് കേരളത്തിലെ ഹിന്ദി പത്രികയായ ഹിന്ദി മിത്രത്തിൽ പ്രകാശനം ചെയ്തിട്ടുള്ള കഹാനിയാണ്. അടുത്ത ചോദ്യം, ആധുനിക ഹിന്ദി കാ സ്രോത് നവചിന്തൻ കെ ലേഖക് ഹെ? ഓപ്ഷൻ എ ഡോക്ടർ എൻ ഇ വിശ്വനാഥ് അയ്യർ, ബി ഡോക്ടർ വി പി മുഹമ്മദ് കുഞ്ഞ് മേത്തർ, സി ഡോക്ടർ എൻ കെ ജോസഫ്, ഡി ഡോക്ടർ വി കെ അബ്ദുൽ ജലീൽ. ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ വി പി മുഹമ്മദ് കുഞ്ഞ് മേത്തർ.